Hi friend, welcome to my YouTube channel. My name is Yunus. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. MD ചാനൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഫോളോ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഷെയർ ചെയ്യുക. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് 1/2 kg മൈദയാണ്. പിന്നെ വെച്ചാൽ 100 മില്ലി ഓയിൽ, പിന്നെ 1/2 കിലോ റവ, പിന്നെ ഒരു കിലോ അരിപ്പൊടിയില്ലേ നമ്മളെ ഇഡ്ഡലീൻ്റെയൊക്കെ, അത് ഉപ്പും ചൂടുവെള്ളത്തിൽ കുഴച്ചത്, പിന്നെ ചെറിയ ജീരകം കുറച്ച്. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മൾ എന്താക്കണം, ഒരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഇടുക. പാത്രത്തിലിട്ട് എന്താക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കണം. മൈദ കുറച്ച് ആവശ്യത്തിന് അതിട്ടോ, അധികം തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ അരിപ്പൊടി പറഞ്ഞാൽ, അരിപ്പൊടി നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇഡ്ഡലിയല്ല നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട്, അതാണ് അളവ്. ഇത് എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം ഒരു ബേസെല്ലാം കണ്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയാൽ മതി, വിഷയമൊന്നുമില്ല. ഓക്കെ, പിന്നെ എല്ലാവരും ശ്രമിച്ച് നോക്കി വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ചില്ലറ ആവശ്യങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ റവയും ആ ചെറിയ ജീരകവും ഫസ്റ്റ് തന്നെ ഒന്ന് കുതിർത്തിടണം. കുറച്ച് നേരം 5 മിനിറ്റ് മതി, അധികം ഓവറൊന്നും വേണ്ട. പിന്നെ എന്താക്കുക, റവയും ഈ കുതിർന്ന റവയും പിന്നെ നമ്മളെ അരിൻ്റെ മാവുണ്ടല്ലോ, മാവ് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കണം. ഞാൻ മിക്സാക്കുന്നൊരു കാണിച്ചു തരാം, അത് മിക്സാക്കി വെക്കുക. നല്ല മിക്സാക്കിയിട്ട് നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നത് വെച്ചാൽ കുറച്ച് നമ്മളെ പാകത്തിനൊന്നൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കുറച്ച് അധികം ലൂസായി നമുക്ക് ഉണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ മാവിൻ്റെ ഒരു മിക്സിങ്, അതുപോലെ ഒന്ന് ഇതാക്കിയാൽ മതി. ഒക്കെ നല്ലൊന്ന് മിക്സ് ആക്കിയാൽ മതി, വിഷയമൊന്നുമില്ല. അരിപ്പൊടി കുറച്ച് കൂടിയാലും വിഷയമൊന്നുമില്ല കേട്ടോ. പക്ഷെ മൈദ അധികം കൂടുതലാവരുത്. ഓക്കെ, ഇത് നമുക്കിതൊന്ന് മിക്സ് ആക്കി നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ കേട്ടോ, അധികം ലൂസാക്കണ്ട. അധികം ലൂസാക്കിയാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഞാൻ ഈ കുഴച്ച മാതിരി ഒന്ന് കറക്റ്റ് ഒന്ന് കുഴച്ച് വെക്കുക. 5 മിനിറ്റ്, അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഒന്ന് കുതിരാനാണ്, ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ എന്താ, 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മൾ ആ കുഴച്ച അരിമാവുണ്ടല്ലോ, അരിമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിമാവ് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഓക്കെ, നല്ലവണ്ണം ഒന്ന് മിക്സാക്കണം. എന്നതിന് ശേഷം നമുക്ക് അടുത്ത നമ്മൾ ചേർക്കേണ്ടത് മൈദയാണ്. മൈദ എന്ന് പറഞ്ഞാൽ 1/2 കിലോ ഫുള്ള് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിൽ ഒരു നോർമൽ ടൈറ്റ് മതി. മൈദ അധികം ചേർക്കാതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, കുറച്ച് മൈദ മതി. അധികം മൈദ ആയിട്ടുണ്ടെങ്കിൽ ഇതിന് എണ്ണയിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. നമുക്ക് കുറച്ച് മൈദ മതി. 500 ഫുൾ ഇടണ്ട, കുറച്ച് മൈദ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈദ ആഡ് ചെയ്യാം. അത് നേരത്തെ എടുത്ത് വെച്ചതാണ്, എന്നാലും ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, 200 ഒരു 500 മൈദ കുറച്ച് ചെട്ടാൽ മതി കേട്ടോ. കുറച്ച് ചെട്ടുണ്ടെങ്കിൽ അത് എന്താണോ അതിൽ നമുക്ക് ഇത് അളവ് കറക്റ്റ് മനസ്സിലാവും, ഒരു ടൈറ്റായി കിട്ടുള്ളൂ. കുറച്ച് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മൈദ ഇടുന്നത്, വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള സംഭവമാണിത്. നമ്മൾ വീടുകളിലൊക്കെ നമ്മളെ ഉമ്മമാർക്കും ഒക്കെ സുഖമായി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചെറിയ വെറൈറ്റി ഫുഡ് ഇത്ര തന്നെ. ഇവിടെയൊക്കെ നല്ല മൂവിങ് ആണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല മൂവിങ്ങുള്ള സംഭവമാണ്. ഏകദേശം ഇതേ പരുവത്തിൽ തന്നെ, ഒത്ത ടൈപ്പ്. പിന്നെ അടുത്ത് നമ്മൾ ഇത് പരത്തിയെടുക്കുകയാണ്. നമ്മൾ സാധാ റോളറല്ല, അല്ല നമ്മൾ ചപ്പാത്തിക്കല്ലോ അതിൻ്റെ മുകളിൽ വെച്ചാൽ പരത്തിയാൽ മതി, വിഷയമൊന്നുമില്ല. ഓക്കെ, ഇത് ഞാൻ മെഷീൻ ഉണ്ടായത് കൊണ്ട് മെഷീനിൽ പരത്തുന്നുള്ളൂ. ഏകദേശം പരത്തിയെടുത്താൽ മതി, വിഷയമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി. അടുത്ത നമ്മളെ കട്ടയാണ്. കട്ടയെന്ന് വെച്ചാൽ സാധാ മൂടി എന്താ വെച്ച് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ കനം ഇത്ര കനം വേണ്ട, അധികം കനം വേണ്ട കേട്ടോ. അടുത്ത നമ്മളിങ്ങനെ രണ്ട് പീസിൽ ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി വെക്കുക. അടുത്ത നമ്മളെ ഇങ്ങനെ
ഇത് വെച്ചിട്ട് നമ്മൾ മുകളിൽ കട്ട് ചെയ്യുന്നതാണ്. ഈ കട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെന്താ സാധനം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഈ കട്ട് ചെയ്യണമെന്നില്ല, ഫസ്റ്റത്തെ ഒരു കട്ടിങ് തന്നെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ മടക്കൽ പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് മടക്കാൻ പറ്റാൻ മടക്കുക. നമ്മുടെ നാട്ടിലെ എന്താ കോഴിയാടെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മടക്കാൻ പറ്റാൻ മടക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒട്ടി നിന്നാൽ മതി, അത്ര നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതേ ഷേപ്പ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. മാക്സിമം എന്താ സ്റ്റിക്ക് വെച്ചാലും വിഷയമൊന്നുമില്ല. നമ്മൾ പിന്നെ ഫ്രൈ ആക്കാൻ ഇതിനടുത്ത് നമുക്ക് ഫ്രീ ആക്കാം. പൊട്ടി പോകാതെ വേണ്ടി നമുക്ക് മെത്തഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ഫ്രണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.